പാപ്പി എല്ലാവരുടെ ഹലോ പറയാം. ഇവിടെ ഒരാളെ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായക്ക് സമയമായി, അപ്പൊ ചായ കിട്ടിയില്ല. അതുകൊണ്ട് ചായ ചായ വേണോ? ചായ വേണോ ഉണ്ണിക്ക്? ഉണ്ണിക്ക് ചായ തരാം കേട്ടോ അമ്മ. രോഷിനെ വിളിക്ക് ചായ കുടിക്കേ. അപ്പൊ ചായന്റെ സമയമായിട്ട് ചായ കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വാശി പിടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ. രോഷി എവിടെ? നമ്മുടെ രോഷി എവിടെ? രോഷിക്ക് ചായ കൊടുക്കോ ഉണ്ണി? രോഷിക്ക് ചായ കൊടുക്കുവാടാ. സുന്ദരി ഒരു ഉമ്മത്താടമ്മ. അമ്മനെ എങ്ങനെ പിടിച്ചിട്ട് ഒരു ഉമ്മത്ത? ഒരു ഉമ്മത്ത. ഒരു ഉമ്മത്ത. സ്നേഹപ്രകടനം കഴിഞ്ഞോ? ഞാൻ തരാം. ഇവിടെ ഇരിക്ക്. കൈ എടുക്ക്. പാപ്പിക്ക് ഓയോ ഓയോ സുന്ദരി പാപ്പി ചായ വെച്ചെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമാണ്. ശരി ചായ തരാം. കൈ മാറ്റ്. ചായ വേണ്ട ഉണ്ണിക്ക്? രോഷിക്ക് ചായ വേണം. രോഷി ചക്ക വീട്ടില് കാലിയായാ? എന്ത് ചെയ്തു? കഴിച്ചു. കഴിക്കാൻ പറഞ്ഞായിരുന്ന അവള് ചിരിക്കണ നോക്കി. നീ ചായ ചക്ക വീട്ടിൽ എന്ത് ചെയ്തു ചോദിച്ചപ്പോ കഴിച്ചു പറഞ്ഞപ്പോ ഇത് നമ്മളുണ്ടാക്കിയതാണ്. എന്റെ രോഷി വീട്ടില് ഉണ്ടാക്കിയത് ആരാണോ? രോഷിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും വിശ്വസിച്ചോളെ. അപ്പൊ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. പാപ്പിക്ക് ചായ പാപ്പിക്ക് ചായ വേണം പറഞ്ഞു. അപ്പൊ ഇത് കഴിക്കോ? നിനക്കത് ഇഷ്ടമാണോ? നോക്കിയാ ഇഷ്ടമാണെന്ന് വെച്ചാ നോക്കുകയാണതാ. ഇത് ഇഷ്ടമാണ്? ഇത് ഇഷ്ടമാണ്? പാപ്പിക്ക് ഇഷ്ടമല്ലടാ സുന്ദരിയേ. അമ്മന്റെ സുന്ദരി. രോഷിക്ക് ചായ വേണ്ടാലോ? കുറച്ച് മതി. തലവേദന. എനിക്കെന്താ തലവേദനയ്ക്ക് കാരണം? അറിയില്ല. അത്ര വേണ്ട. ഒഴിച്ചു വെച്ചേ ഉള്ളൂ. ഗവേഷണം നടത്തണം. എനിക്ക് ഒരു റസ്ക് മിക്സ് കഴിക്കാനുള്ള ചായ മതി. എന്ത് വേണം? ഒരു റസ്ക് മിക്സ് കഴിക്കാനുള്ള ചായ. ഒരു റസ്ക് മുക്കി കഴിക്കാനുള്ള ചായ മതി. പാപ്പിക്ക് ഇഷ്ടമാണത്? ചായയുടെ വെള്ളം ചേർത്തിയാ? പാപ്പിക്ക് ചായ ചൂടാണ്. കളഞ്ഞോ? ഇന്ത്യയൊക്കെ കളയാതെ. ഒരു ചായ ചോദിച്ചിട്ട് മണിക്കൂറായി. എനിക്ക് റസ്ക് മുക്കാനുള്ളത് മതിയല്ലോ. പാപ്പുവിനെ റസ്ക് മുക്കി തട്ടേ? പാപ്പിയെ ഒറിജിനൽ പ്രേതം ആവി. ആവി. പാപ്പിന്റെ ചായ ഇവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പാപ്പിക്കുട്ടിക്ക് ഇതാ പാപ്പിന്റെ ചായ ചൂടാറട്ടെ. ചായ വേണം. ഇത്ര വേണ്ടേ? ഓ പാപ്പി. ഓ എന്ത് ഞാൻ വേണം പാപ്പിക്ക്? റസ്ക് മുക്കി തരട്ടെ? കഴിക്കുവോ? ഞാൻ തരട്ടെ? കുട്ടിക്ക് ഞാൻ തരട്ടെ? അമ്മ വാമന്റെ അടുത്ത് വന്നിരിക്കും. പിന്നെ രോഷി ട്യൂഷനൊക്കെ പോയി വന്നു. നല്ല ഹോംവർക്ക് അമ്മ ഇന്ന് വായിച്ച് പഠിക്കാന്ന്. നാളെ രോഷിക്ക് ബാഗ് വാങ്ങിക്കാൻ പോണം. രാവിലെ പോണം. ഇപ്പൊ ഒരേ മഴയായതുകൊണ്ട് എവിടെയും പോകാൻ പറ്റണില്ല. ബാഗും വാങ്ങണം. പൗച്ച്, ജോമെട്രി ബോക്സ്. നിന്റെ അതൊക്കെ എവിടെ? പഴയതൊക്കെ ഇവിടെ? 9ാം ക്ലാസ്സിൽ ബോക്സ് കാണാനില്ല. അല്ല അവിടെ ഉണ്ട്. അവിടെ നോക്കിയാൽ മതി, കിട്ടും. വർഷം വാങ്ങണമെന്നില്ല രോഷി. അമ്മ തപ്പോ? ഇത് നിക്കെന്താ ജോലി? തപ്പാലോ. അമ്മ
അമ്മയല്ലേ വേണ്ടെന്ന് പറഞ്ഞ അപ്പൊ അമ്മ വെക്കണം. വാങ്ങിച്ചു വന്നത് കാണിക്കുക, എന്നിട്ടല്ലേ നിനക്ക് അത് കേട് വന്നെങ്കിലല്ലേ വേറെ വാങ്ങിക്കണ്ടുള്ളൂ. കോമ്പസ് പോയി ചേച്ചിന്റെ. കോമ്പസ് ഇല്ലാണ്ട് കണക്ക് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു കൊടുക്ക പാപ്പി നീ. പാപ്പി പറഞ്ഞു കൊടുക്കുവോ പാപ്പി കണക്കൊക്കെ? പാപ്പിന്റെ ക്ലാസ്സിൽ ഇരുന്ന തല്ലും കൊണ്ട് തന്നെ മതിയാവും. അത്ര അടിപൊളി ടീച്ചറാണ്. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ തല്ലും, വേറെ ഒന്നും ചെയ്യില്ല. തന്നെ പാപ്പി? പാപ്പി ടീച്ചറെ, പാപ്പി ടീച്ചർ തല്ലും? പാപ്പിന് വലുതായിട്ട് പാപ്പി ആരാവും? പാപ്പി ആരാവണ? പാപ്പി ടീച്ചറാവും, പാപ്പി കളക്ടറാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടറാവും, കലക്ടറാവും, ഒന്ന് ഞങ്ങൾ എല്ലാം ആവില്ലേ പാപ്പോ? അമ്മയ്ക്ക് പാപ്പിനെ ആരാക്കാൻ ആഗ്രഹം? ആരാക്കണം? പാപ്പി ആരാകണം? അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരെയും കമന്റ് ചെയ്യണം പാപ്പിനെ ആരാക്കണം എന്ന്. എനിക്കൊരു കളക്ടർ ആക്കാനാണ് ആഗ്രഹം. അമ്മയ്ക്കോ? അവളാരാവണം, അവളാരാവട്ടെ. എന്നാലും ആരെ കാണാനാണ് ഇഷ്ടം? ഇപ്പൊ അവളൊന്ന് എണീറ്റ് നിൽക്കണം. അതല്ല, എന്തേലും ഒരു ജോലി വേണല്ലോ. അവളെപ്പോഴും മുതലാളി. ഒരു മുറുക്കാൻ കട ഇട്ടിട്ട് മുതലാളിയായിട്ടിരുന്നു. ആ മുറുക്കാൻ കടയിൽ നീ തന്നെ ഇരുന്നോ? മുറുക്കാൻ കട എന്താ മോശമല്ല, നീ ഇരുന്നോ? എന്നാ പറയും നിനക്ക് ആരാവണം? പാപ്പുന് ആരാവണം പറയ്. ആ പാപ്പി സുന്ദരി. ഈച്ച, നിങ്ങളുടെ അവിടെയൊക്കെ ഈച്ചയുണ്ടോ? ഭയങ്കര ഈച്ച പറഞ്ഞാൽ ഭയങ്കര. ചായ മതി. ഇതാണ് ജോഷിന്റെ ഒരു സ്വഭാവം. എന്താ പറയാ, ഒത്തിരി ചായ കുടിച്ചോണ്ട് പിന്നെ ചായ മതി പറഞ്ഞാണ്ട് അങ്ങനെ. എനിക്ക് ചായ ഇഷ്ടമല്ല. എനിക്ക് ആരെങ്കിലൊക്കെ കുടിക്കുമ്പോ അവൾക്ക് വേണം തോന്നുന്നു. എനിക്ക് പുറത്തു പോയി ചായ കുടിക്കാൻ തോന്നും. പുറത്തു പോയി നീ ചായ ഒക്കെ കുടിക്കുവോ? ഇല്ല. അപ്പോഴും നീ ചായ വേണ്ട പറയില്ല. പുറത്തു പോയി എവിടെ ചായ കുടിക്കുന്ന എവിടെയും നിൽക്കില്ലല്ലോ. ഓട്ടോയില് നേരെ പോവും. അച്ഛനുണ്ടാവുമ്പോ കുഴപ്പമില്ല, എന്നാലും നിൽക്കില്ല അല്ലേ? പോയ പോലെ തന്നെ ഓട്ടോയില് പോയി അങ്ങനെ പോയി. ഞാനും അച്ഛനും നാട്ടിലൊക്കെ പോലെ അപ്പച്ചൻ ചായ കുടിക്കുമ്പോ എനിക്ക് തോന്നും ചായ കുടിക്കാലോ. അപ്പൊ അച്ഛനോട് പറയുമ്പോ അച്ഛൻ പറയും പകുതി ചിലപ്പോ തരും, ചിലപ്പോ തരില്ല, ചിലപ്പോ തരില്ല, വേറെ എന്തെങ്കിലും വാങ്ങാൻ പറയും. ഇവര് ചായ കുടിക്കില്ല, അതുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാം ഞാൻ തട്ടി വിടുന്ന അറിയാം. അതുകൊണ്ട് അച്ഛൻ പുറത്ത് പോയിട്ട് എന്നോട് കഴിവതും പറയും ചായ വാങ്ങണ്ട, നീ ഇവിടെ ചിന്തിക്കും, എനിക്ക് വലിയ ഗ്ലാസിന്റെ പൈസ കൊടുക്കാന്ന്. ഇവിടെ ചായ കൊടുത്ത അപ്പൊ തന്നെ താഴെ കാക്ക വേണോ? ഈച്ച ശല്യം ഭയങ്കര. ഈച്ച ശല്യം. ഈച്ച പോകാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ആയി പറയണേ. ഉറുമ്പ് പോകണം മരുന്ന് ആരോ കമന്റ് ചെയ്ത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ അത് ചെയ്തു. സോപ്പ് വെള്ളത്തിലോ നാരങ്ങ പിഴിഞ്ഞിട്ട് തുടച്ചാ മതി. എന്നിട്ട് പോയല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ എന്താണ്, നാളെ പുറത്ത് പോണം. ബാഗ് വാങ്ങാൻ. മഴയില്ലെങ്കിലേ പോവോ? റേഷൻ കടയ്ക്ക് പോണം. റേഷൻ കടയ്ക്ക് പോണം പാപ്പി. അമ്മ പാപ്പി കൈ വെച്ചാൽ കിട്ടുവോ? ശരിക്കും കിട്ടും. ഞാനൊക്കെ കൈ വെച്ചാൽ കിട്ടുവോ? റേഷൻ കാർഡിൽ പാപ്പിന്റെ പേരുണ്ട്, നിന്റെ പേരുണ്ട്. അപ്പൊ ആര് വെച്ചാലും പറ്റും. പക്ഷെ പാപ്പിന്റെ കൈരേഖയൊക്കെ പതിയെ ഭയങ്കര കഷ്ടമായിരുന്നു. അതെന്താണ്? പെട്ടെന്ന് കിട്ടില്ല. നോക്കട്ടെ. ഇതും വട്ടം വട്ടം പോലെയുള്ളൊരു ഇതില്ല അല്ലെ? അവളുടെ പെട്ടെന്ന് കിട്ടില്ല. ചെറിയ കുട്ടികളുടെ പെട്ടെന്ന് കിട്ടില്ല കൈൻ്റെത്. കുഞ്ഞുമാവയല്ലേ നമ്മള്? കുഞ്ഞുമാവയല്ലേ? കുഞ്ഞുമാവയല്ലേ? കുഞ്ഞുമാവ. നമ്മുടെ കുഞ്ഞുമാവിന്റെ മുടി പിന്നാലെ നിൽക്കുന്നതാണ് നല്ല രസമാണ്. കുഞ്ഞുമാവയാണോ? കുഞ്ഞുമാവ ഇങ്ങോട്ട് നോക്ക്. തല പുറകെ ഗ്ലാസ് പാപ്പൊന്ന് ചായ കുടിച്ചു കൊടുക്കല. നീ ചായ കുടിച്ചാ? എനിക്ക് ഇഷ്ടമാണ് ചായ. അവൾക്ക് ചായ കൊടുക്കാണ്ട് എന്താ പറയാ, കുടിക്കാൻ തന്നെ അവള് ചണ്ട ഉണ്ടാക്കും. ഉണ്ടാക്കും ആന്ന്. അവളറിയണ കാര്യമാണ്. ചായ ഇവിടെ ആറാൻ വെച്ചതായിരുന്നു. ചായയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അവൾക്ക് എങ്ങനെ തന്നെ ഈ 4 മണിയും എന്താ പറയാ, ഇന്ന് തണുപ്പായപ്പോഴാണ് തോന്നുന്നു ചായ കുടിച്ചു. ഇന്നലെ ഒന്നും ചോദിച്ചില്ല ചായ. ഇന്നലെ അച്ഛനോട് പറയാം, അച്ഛൻ പിള്ളേര് ശരിയല്ല, പിള്ളേര് ശരിയല്ല ചായ വാന്ന്. പിള്ളേര് ശരിയല്ല ചായ വെക്കാച്ചാന്ന് വെക്കി പറയുന്നതാണ് വാന്ന് പറഞ്ഞത്. ചായ കുടിക്കാൻ ചിന്തിക്കാതെ ചായ കുടിക്കണം കേട്ടാ.
പിന്നെന്താ വിശേഷം പറയുകയാണെങ്കിൽ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെന്താണ് പിറന്നാളിൽ ഒരുപാട് പേര് പാപ്പിനെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ കുറച്ചൊക്കെ റിപ്ലൈ കൊടുത്തു, പക്ഷെ കുറച്ച് സമയം കിട്ടിയില്ല. അതാണ് മെയിനായിട്ട്. ഇവളെ കൂടുതൽ ശ്രദ്ധിക്കണല്ലോ, അതുകൊണ്ട് ഇവളുടെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഇന്നേക്ക് ഉച്ചക്കിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ കമന്റിന് കുറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ വന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തത് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കണതാണ്. ഇപ്പോൾ പാപ്പിന് അങ്ങനെ വയ്യാതായപ്പോൾ പിന്നെ അവളുടെ കൂടെ എപ്പോഴും ഒരാളിരിക്കണം. വിട്ടിട്ട് മാറിപ്പോവാൻ നമുക്കും ചെറിയൊരു പേര്. ഞാൻ പോയിരുന്ന ട്യൂഷന് പോകാൻ 10 മിനിറ്റ് വൈകി, 3:30 പോകണ്ടായിരുന്നു. പക്ഷെ എന്താ പോയത് 3:40. 10 മിനിറ്റ് വരെ. കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു. ഇപ്പോൾ രോഷി ഒരു 10 മിനിറ്റ് ഒക്കെ എനിക്ക് പുറത്തു കൊണ്ട് പാത്രം ഇടാൻ പറ്റില്ല. പിന്നെ ഈച്ച ശല്യമുണ്ട്. അത് കൊണ്ടുപോയി അവിടെ വെച്ച് ഈച്ച വന്ന് ഇങ്ങനെ പറന്ന് അതിലൊക്കെ വന്നിരിക്കും. പിന്നെ ടീച്ചർ ചീത്തയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവളുടെ അടുത്ത് എന്തായാലും ഒരാൾ കുറച്ച് അവള് ചായ കുടിക്കുമ്പോ ഇങ്ങനെയാ കുടിക്കുന്നത്, ചായയിൽ നോക്കിയിട്ടാ കുടിക്കുന്നത്. അതാണ് അവളുടെ 2 കണ്ണിന്റെ അടുത്ത് ഗ്ലാസ് ഇല്ല. ഇപ്പൊ കുടിക്കാനുള്ള പോലെ കാണിക്കും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. പാപ്പി കൊടുക്കാതെ എറി എറി പാപ്പി എറി എറി. സൂപ്പർ പാപ്പി, അടിപൊളി കുട്ടി, ഗുഡ്. കളിയെ പിടിച്ചതല്ലേ, കളിയെ തൊടാതെ. എന്താ അത്? എടി കാക്ക എടി കാക്ക കാണണ്ടടി. ജോഷിന് പറയണ എടി കാക്ക വെക്ക്. എടി കാക്ക കാണണ്ടടി. കാക്ക വെക്കടി. എടി കാക്ക ചേച്ചിയാണ് വായിൽ കൈയിട്ടിട്ടാണ് എടി കാക്ക വെക്കുന്നൊക്കെ പറയണത്. തന്നെ എത്ര വലുതായിട്ട്, ഇത്ര വലിയ കുട്ടിയായിട്ട് എടി എന്നൊക്കെ പറഞ്ഞ് കാക്ക വെക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് വായി കൊണ്ട് വരലിട്ടാലോ. കാക്ക പിന്നെന്ത് വേണം? നീ മസ്തിഷ്കം എന്ന് പറയും. കാക്ക വെച്ചാൽ അറിയാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ രോഷി. ഒന്നുകൂടി മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ കാക്ക വെച്ചേരാം. എനിക്ക് കണ്ണു കൊടുക്കും രോഷി. തല്ലുകൊള്ളും രോഷി. നിന്നെ കോഴി എന്ന് പറഞ്ഞാ കാക്ക വെച്ചേരാം. കേതി ഇത് പറയും കോഴി എന്ന് പറയും. കോഴി പറ പാപ്പി. പാപ്പി ഇത് പറയും. ചെറുത് പറഞ്ഞുതരാ. ഇത് പറയും പാപ്പി എന്ന് പറയും. കാക്കാന്ന് പറയും. നിനക്ക് കാക്ക പൂച്ച കോഴി പട്ടീന്ന് അങ്ങനെ എന്തോ പറയായിരുന്നു. പോതി ജോഷി പോതി പറയും ജോഷിനെ. പിന്നെന്താണ് ഇവിടെ പറഞ്ഞത്? താറാക്കോവിന്റെ ശബ്ദം മിമിക്രി ചെയ്യായിരുന്നു. അങ്ങനെ എന്തോ ഒരു ശബ്ദം. അത് നമ്മളാക്കുമ്പോ നമുക്ക് കിട്ടില്ല. അപ്പൊ അവള് നമ്മളെ കളിയാക്കി ചിരിക്കുകയും ചെയ്യും. കളിയാക്കാനൊക്കെ ഭയങ്കര മിടുക്കിയാണ്. നല്ല മഴയാണ്. എത്ര ദിവസം മഴയുണ്ടാവും എന്തോ അല്ലേ രോഷി? എനിക്കറിയില്ല. എത്ര ദിവസം ഉണ്ടാവും? എനിക്കറിയില്ല. മഴ ആലോചിച്ച് പറഞ്ഞാൽ മതി. എത്ര ദിവസം ഉണ്ടാവും മഴ? എത്ര ദിവസം ഉണ്ടാവാം? എത്ര ദിവസം മഴയുണ്ടാവും? വെയിലൊക്കെ വരുന്നതിന്റെ കുട്ടി തുണിയൊക്കെ ഉണങ്ങണ്ടേ? മഴ ഇവളുടെ ഡ്രസ്സ് എടുക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഞങ്ങളിപ്പോ ഇടണത് ഇങ്ങനെയാണ്. ഇവളുടെ ഡ്രസ്സ് നമ്മളെല്ലാം പെറുക്കണം. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വരാൻ പറ്റില്ല, ഓരോന്നായിട്ട് പെറുക്കണം. അല്ലേ പാപ്പി? പാപ്പി പാപ്പി മുട്ടാന്ന് പറയും. മുറ്റ മുത്ത 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 മുത്ത. ഇനി വൈകുന്നേരത്തേക്ക് ചോറുണ്ട്. രാവിലെ പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. മോര് കറിയുണ്ട്. പുട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? പുട്ട് ബിരിയാണിയാണ് അതേ കേട്ടതാണ്. പുട്ട് ബിരിയാണി. അപ്പൊ അങ്ങനെയൊക്കെ. ഇനിയിപ്പോ ഇത്രയും ദിവസം രോഷിയൊക്കെ ഉണ്ടായിരുന്നപ്പോ ഭയങ്കര ഒരു സമാധാനമാണ്. പാപ്പിലൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് രോഷി സ്കൂളിലേക്ക് പോകും. അവര് കേട്ടുകൊണ്ട് അവരൊക്കെ കൂടി നിന്നെ വന്നത് നല്ലോണം ശരിയാക്കുക. സ്കൂളിൽ പോകില്ല പറഞ്ഞു.
ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പോവാണ്. പാപ്പി ഉക്കുളി പോണ്ടേ അംഗൻവാടി കൊണ്ടിരുത്തണം. ഞങ്ങൾ കോളേജിലേക്ക് പോവുള്ളൂ. അംഗൻവാടി പോണില്ലേ? നമ്മുടെ ചുന്തിരി കോളേജിൽ പോയിട്ട് അംഗൻവാടി പോണില്ലേ? പാപ്പിക്ക് സ്കൂളിൽ പോവാ, അംഗൻവാടി പോവാതൊന്നും ഇഷ്ടമല്ല. അംഗൻവാടി പോവാന്ന് പറഞ്ഞാൽ കാക്ക വെക്ക് ആദ്യം ജോഷി. പാപ്പി കാക്ക കാണാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? തല നിവർത്തി വെക്കുന്നത് എവിടേക്ക് വന്ന് കിടക്കണം ചേച്ചി? പാപ്പി അമ്മായി. പാപ്പിക്ക് ദേഷ്യം വരുന്ന 2 വാക്കാണ്. പാപ്പി അമ്മായി. എണിച്ചിരിക്കണം, നല്ല കുട്ടിയല്ലേ? പപ്പി അമ്മായി. അയ്യോ എന്താ ചിരി അവസാനിപ്പിക്കണം. ഇങ്ങനെ ഒരു ഇതാണ്. അല്ല ചിരി അവസാനിപ്പിക്കേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു. പാപ്പിക്കുട്ടി ഇതാ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട്. ജോഷി അതാ അവിടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കണ്ട്. പിന്നെ എന്താ പറയുള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കുറുമ്പി പാപ്പി കുറുമ്പ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തലയൊക്കെ കൊണ്ടുവന്ന് താത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സുന്ദരി കുട്ടി മുടിയാണ്, അവളുടെ ഹെയർ സ്റ്റൈലാണ് പൊളി. അപ്പോ എന്താ പറയുക, ആദ്യമൊക്കെയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി വെക്കുക. നമ്മുടെ പാപ്പക്കുട്ടിയെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് ഇല്ലെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. എന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ വീഡിയോ കയറി പോകും, ഞങ്ങള് രക്ഷപ്പെടും, ഞങ്ങള് കയറി പോകും, 1 മില്യൺ വ്യൂസ് കിട്ടും. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലേ? ഒരു വീഡിയോക്ക് 1 മില്യൺ വ്യൂസ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അതൊരു 15 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ രക്ഷപ്പെട്ടു. സുന്ദരി വാവേ വാവോ വാവോ, ചുണ്ടരി പപ്പി പാപ്പിലെ സുന്ദരി എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ, എനിക്ക് തലവേദന, കമന്റ് ചെയ്യാ. പിന്നെ പാപ്പിക്കുട്ടിനെ ആരാക്കാനാണ് ആഗ്രഹം എന്ന് എല്ലാവരും ആരായി കാണാനാണ് ഈച്ച പോകാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്ത് ആരായി കാണണമെന്നും കൂടി പറഞ്ഞു തരണം. ഈച്ച പോകാനുള്ള മരുന്നാണെങ്കിൽ ഈച്ച എന്ന് പറയണം. അയ്യോ. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ നാളത്തെ ഡേമേ ലൈഫ് എടുക്കാം. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ അധികം ഇനി ഡേമേ ലൈഫും അതും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇല്ല, നാളെ ജോഷിക്ക് പുസ്തകം വാങ്ങിക്കാനും ബാഗ് വാങ്ങിക്കാനൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ പുറത്തൊക്കെ പോകണം, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ നോക്കട്ടെ. മഴയായതുകൊണ്ട് പാപ്പിനെ കൊണ്ടുപോകണത് കഷ്ടമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ പാപ്പിനെ അവിടെ ഇരുത്തിയിട്ട് പോകും. പാപ്പിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകും. അതുകൊണ്ട് നമ്മളും പോലെ പാപ്പിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകും. നമുക്ക് പാപ്പിനെ ഇവിടെ സോഫയിൽ ഇരുത്തിയിട്ട് പോവാം. പാപ്പി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഇരുന്നോ പാപ്പി, ഒറ്റയ്ക്ക് ഇരുന്നോ ട്ടാ. ഞങ്ങള് ചാറ്റ പോകും ട്ടാ. നീ ഒറ്റയ്ക്ക് ഇരുന്നോട്ടാ. കോപം വന്നു. നിന്നെ കൂട്ടിട്ട് പോകുള്ളൂ, നിന്നെ കൂട്ടിട്ട് പോകും. പാപ്പിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അമ്മന്റെ ചുണ്ടരിനെ കൂട്ടിട്ട് പോകും. അപ്പൊ വീഡിയോ ഓഫ് ആക്കുക. നീ പറയാൻ വന്നോ? അപ്പൊ വീഡിയോ പോയി ഓഫ് ആക്കുക. ടാറ്റാ ബൈ സീ യു. ഒരു ബ്രെയിൻ മിസ് കൊടുക്കും പാപ്പി. കൊടുക്കും പറ, തരില്ല പറയാൻ പാടില്ല. ക്യാമറ നോക്കിട്ടാണ് ഉമ്മ കൊടുക്കണേ. കാക്ക വെക്കടി എന്നിട്ട് നീ ഒപ്പ വെച്ച. അപ്പൊ ഞാൻ പാപ്പിക്ക് കാക്ക വെച്ച് കൊടുക്കട്ടെ.